നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോർട്ട് കട്ടുകളിൽ ഒന്നാണ് പനാമ കനാൽ. ഞാൻ പറയാനുള്ള കാരണം ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. നമ്മുടെ ഈ കനാൽ വരുന്നതിന് മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് ഈ സാൻ ഫ്രാൻസിസ്കോ പോകണമെങ്കിൽ തെക്കേ അമേരിക്ക മുഴുവൻ ചുറ്റി 22,500 കിലോമീറ്ററോളം യാത്ര ചെയ്യണമായിരുന്നു. എന്നാൽ പനാമ കനാൽ വന്നതിന് ശേഷം ന്യൂയോർക്കിൽ നിന്ന് ഒരു കപ്പൽ ഈ പനാമ കനാൽ വഴി സാൻ ഫ്രാൻസിസ്കോ എത്തണമെങ്കിൽ വെറും 9,500 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതി. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ പനാമ കനാൽ. അപ്പം ഈ രണ്ട് ഓഷനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അതിൻ്റെ ഇടയിൽ കുറേ ഉയർന്ന പ്രദേശങ്ങളും മലനിരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മനുഷ്യർ അതൊക്കെ വെട്ടി നിരത്തി അവിടെ കൃത്രിമമായിട്ട് ഒരു തടാകമൊക്കെ ഉണ്ടാക്കി. അതൊരു ശുദ്ധജല തടാകമായിരുന്നു. അപ്പോൾ ഈ ശുദ്ധജല തടാകത്തിലെ ജലനിരപ്പും നമ്മുടെ സമുദ്ര ജലനിരപ്പും തമ്മിൽ 85 അടി, അതായത് 26 മീറ്ററോളം വ്യത്യാസമുണ്ടായിരുന്നു. ഈ ആനിമേഷനിൽ കാണുന്നത് പോലെ പസഫിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന ഒരു കപ്പലിനെ അറ്റ്ലാന്റിക്കിൽ എത്തിക്കണമെങ്കിൽ പടിപടിയായി ഉയർത്തി ഈ ശുദ്ധജല തടാകത്തിലൂടെ കടത്തിവിട്ട് അവസാനം പടിപടിയായി താഴ്ത്തി അറ്റ്ലാന്റിക്കിൻ്റെ ലെവലിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഇതാണ് പനാമ കനാലിൻ്റെ പ്രവർത്തനം. ഇതുകൊണ്ടാണ് പനാമ കനാലിനെ എൻജിനീയറിംഗ് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ആദ്യമായി കപ്പലിൽ കയറിയത് 2007 എന്നാൽ എനിക്ക് 13 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഈ പനാമ കനാൽ വഴിയൊന്ന് യാത്ര ചെയ്യാൻ. അങ്ങനെ 2020 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പനാമ കനാൽ വഴി യാത്ര ചെയ്തത്. അപ്പം അങ്ങനെ പോയപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ 5:30 ആയപ്പം പനാമ കനാൽ ഇൻസ്പെക്ടർ കപ്പലിൽ കയറി വന്നു. കപ്പലിലെ ഡെക്കിലെ മെഷീനറീസ്, അതായത് വിഞ്ച്, വിൻഡ്ലെസ്, അതുപോലെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിലെ എക്യുപ്മെൻ്റ് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം തൃപ്തികരമായതിനാൽ ഞങ്ങൾക്ക് പനാമ കനാലിലോട്ട് പ്രവേശിക്കാനുള്ള ക്ലിയറൻസ് തന്നു. അതിനുശേഷം പനാമ കനാൽ പൈലറ്റ് കപ്പലിൽ കയറി വന്നു. നമ്മൾ ആനിമേഷനിൽ മുൻപ് കണ്ടതുപോലെ 3 സെറ്റ് ലോക്ക് ഗേറ്റ്സ് കടന്നു വേണം കപ്പലിന് ഒരു വശത്തു നിന്ന് അപ്പുറത്തെ വശത്തെത്താൻ. അപ്പം ഈ ലോക്ക് ഗേറ്റ്സിൽ നമ്മളെ കപ്പലിനെ സഹായിക്കാൻ വേണ്ടി പനാമ കനാലിലെ കുറേ പുറത്തുനിന്നുള്ള ക്രൂ മെമ്പേഴ്സ് വരാറുണ്ട്. അങ്ങനെ 25 പേര് ഓൾറെഡി പൈലറ്റ് വന്നതിന് ശേഷം കപ്പലിൽ വന്നു കയറി. ഏകദേശം 80 കിലോമീറ്ററോളം ദൂരമുണ്ട് പനാമ കനാലിന്. 11 മണിക്കൂറോളം സമയമെടുക്കും കനാലിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തെത്താൻ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ലോക്കിൻ്റെ അടുത്തോട്ട് നമ്മുടെ കപ്പലെത്തുവാണ്. ഇടതുവശത്ത് കാണുന്ന ആ ഒരു സ്ട്രക്ചറിൽ കപ്പലിനെ അലൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ പുറത്തുനിന്ന് വന്ന ക്രൂ മെമ്പേഴ്സ് താഴെ കാണുന്ന ബോട്ടിലേക്ക് കയർ എറിഞ്ഞു കൊടുക്കുന്നു. അവർ ഒരു സ്റ്റീൽ വയർ കപ്പലിന് പാസ് ചെയ്ത് കൊടുക്കുന്നു. ആ സ്റ്റീൽ വയർ വലിച്ചെടുത്തിട്ട് ബിറ്റ് എന്ന സ്ട്രക്ചറിൽ അവരിടുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിനെ നമ്മൾ ലോക്ക് ഗേറ്റിനുള്ളിൽ നിയന്ത്രിക്കുന്നത് കപ്പലിൻ്റെ എഞ്ചിനോടൊപ്പം തന്നെ ലോക്കോമോട്ടീവ്സും കൂടെ ചേർന്നാണ്. ഇപ്പം ഇടതുവശത്തും വലതുവശത്തും മുന്നിലും പുറകിലുമായിട്ട് പല ലോക്കോമോട്ടീവ്സിനെ നിങ്ങൾക്ക് കാണാം. ഇതൊരു ട്രെയിനിൻ്റെ ഒരു ചെറിയ എഞ്ചിനെ പോലെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിനായിട്ടുള്ള ട്രാക്കുകളുണ്ട് 2 സ്ഥലത്തും. അപ്പം അവരാണ് നമ്മുടെ കപ്പലിനെ ലോക്ക് ഗേറ്റ്സിൽ കൺട്രോൾ ചെയ്യാൻ ഒരു മേജർ പങ്ക് വഹിക്കുന്നത്. അപ്പം കപ്പൽ അങ്ങനെ പയ്യെ പയ്യെ ലോക്ക് ഗേറ്റ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഫുള്ളായിട്ട് കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് പിറകിലത്തെ ഗേറ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു ചുമന്ന കപ്പൽ കാണാം. അത് ഓൾറെഡി ഒരു ലോക്ക് ഗേറ്റ് കഴിഞ്ഞ് അടുത്തയിലാണ് പ്രവേശിച്ചേക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ കപ്പലിൻ്റെ നീളം 294 മീറ്ററാണ്. അതുപോലെ വീതി 32 മീറ്ററാണ്. കപ്പലിൻ്റെ മുൻവശമായ ഫോർകാസ്റ്റിൽ ഡെക്ക് ഉൾപ്പെടെ പല സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ പനാമ കനാലിൻ്റെ പഴയ ലോക്ക് ഗേറ്റ്സിൽ മാക്സിമം അനുവദിച്ചിരിക്കുന്ന നീളവും 294 തന്നെയാണ്. അതുപോലെ വീതി 32. ഇപ്പം 32 മീറ്ററുള്ള കപ്പലുകളായിരുന്നു പനാമാക്സ് എന്ന് അറിയപ്പെട്ടിരുന്നത്. പണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒട്ടുമിക്ക കപ്പലുകളുടെയും വീതി നോക്കിയാൽ 32 മീറ്ററോ അതിൽ താഴെയോ ആണ്. അത് ഈ പനാമ കനാലിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനെ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ 2016 പുതിയ ലോക്ക് ഗേറ്റ്സ് വലിയ വലിയ കപ്പലുകൾക്ക് വേണ്ടി ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മുടെ കപ്പൽ പൂർണ്ണമായും ലോക്ക് ഗേറ്റ്സിൽ എത്തിയതിന് ശേഷം പിറകിൽ കാണുന്ന ഈ ഗേറ്റ് പയ്യെ അടയ്ക്കുന്നു. അതിനുശേഷം കപ്പലിനെ
അടുത്ത ലോഗേറ്റിൻ്റെ ആ ജലനിരപ്പിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി അവർ സൈഡിലുള്ള ഡാമുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കപ്പലിനെ ഉയർത്തുന്നു. ഞാൻ മുൻപ് പറഞ്ഞ പുറത്തുനിന്നുള്ള ക്രൂ മെമ്പേഴ്സ് കപ്പലിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തുമുണ്ട്. അപ്പം അവരോടൊപ്പം നമ്മുടെ കപ്പലിലെ സ്റ്റാഫും അസിസ്റ്റ് ചെയ്യാൻ നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കപ്പൽ മുൻവശത്തുള്ള ലോഗേറ്റിൻ്റെ വാട്ടർ ലെവൽ വരെ ഉയർന്നതിന് ശേഷം മുൻവശത്തുള്ള ആ ഗേറ്റ് തുറക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പനാമ കനാലിൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് എത്താൻ ഏകദേശം 11 മണിക്കൂറോളം സമയമെടുത്തു. അപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഒക്കെ വളരെ ഫാസ്റ്റായിട്ടിട്ട് കാണിക്കുവാണ്. കാരണം അരമണിക്കൂർ തന്നെ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ കാണുന്നത്. കപ്പൽ ഈ ഫസ്റ്റ് സെറ്റ് ലോക്കിൻ്റെ രണ്ടാം ഭാഗത്ത് എത്തിയതിന് ശേഷം മുമ്പത്തേതുപോലെ തന്നെ പുറകിലത്തെ ഗേറ്റ് അടച്ച് മിറാഫ്ലോർസ് തടാകത്തിൻ്റെ ആ വാട്ടർ ലെവൽ വരെ കപ്പലിനെ ഉയർത്തുന്നു. മുൻവശത്തുള്ള തടാകത്തിൻ്റെ വാട്ടർ ലെവലിൽ എത്തിയതിന് ശേഷം ഗേറ്റ് തുറക്കുന്നു. ഫസ്റ്റ് സെറ്റ് ലോക്ക് ഗേറ്റിൽ നിന്ന് കപ്പൽ പുറത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ കുറച്ച് മാറി ഇടതുവശത്തായിട്ടാണ് പുതിയ ലോക്ക് ഗേറ്റ്. ഇപ്പോൾ 2016 വരെ 294 മീറ്റർ നീളവും 32 മീറ്റർ വീതിയിലും കൂടുതലുള്ള കപ്പലുകൾക്ക് പനാമ കനാൽ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയിരിക്കെ അവർ പുതിയ ലോക്ക് ഗേറ്റ്സ് സെറ്റുകൾ അവർ പണിതു. അപ്പോൾ അതിൽ 366 മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് പോകാം, 51 മീറ്റർ വീതി അതിന് അലൗഡാണ്. വെള്ളത്തിനടിയിലോട്ട് കപ്പലിൻ്റെ എത്രമാത്രം ഭാഗം താഴ്ന്നിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നത് ഡ്രാഫ്റ്റ് എന്നൊരു വാക്കാണ്. ഇപ്പം പഴയ ലോക്ക് ഗേറ്റ്സിൽ 12 മീറ്റർ വരെ കപ്പലിൻ്റെ താഴോട്ട് താഴ്ന്നിരിക്കാം. എന്നാൽ പുതിയ ലോക്ക് ഗേറ്റ്സിൽ ഈ വാല്യൂ അവർ കൂട്ടിയിട്ടുണ്ട്. 15.2 മീറ്റർ വരെ പുതിയ ലോക്ക് ഗേറ്റ്സിൽ കൂടെ പാസ് ചെയ്യാൻ അലൗഡാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റ് ലോക്കിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ പ്രൊസീജിയറും മുമ്പ് കണ്ടതുപോലെ തന്നെയാണ്. ടഗ് ഒന്ന് കുറച്ച് അസിസ്റ്റ് ചെയ്തു കപ്പലിനെ അലൈൻ ചെയ്യാൻ. അതിനുശേഷം ടഗ് കാസ്റ്റ് ഓഫ് ചെയ്തു പോയി. ബാക്കിയെല്ലാം ലോക്കോമോട്ടീവ്സും എഞ്ചിനും സ്റ്റിയറിംഗിൻ്റെയും സഹായത്തോടെ കപ്പൽ രണ്ടാമത്തെ സെറ്റ് ലോക്ക് ഗേറ്റിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു നീല കളറിലെ ഷിപ്പ് പോകുന്നത് കാണാം. അത് വലിയ ഷിപ്പാണ്. 366 മീറ്റർ നീളമുള്ള കപ്പലാണ്. അത് പുതിയ ലോക്ക് ഗേറ്റിൽ കൂടെയാണ് പാസ്സായി പോയത്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റ് ലോക്കിൽ കയറിയതിന് ശേഷം മുന്നോട്ടുള്ള ഗാട്ടുൺ ലേക്ക്, നമ്മുടെ മനുഷ്യനിർമ്മിതമായ ഒരു തടാകമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തടാകത്തിൻ്റെ ലെവലിലേക്ക് വീണ്ടും കപ്പലിനെ ഉയർത്തുന്നു. അതിനുശേഷം ഗേറ്റ് തുറന്ന് ഒറ്റ പിടിപ്പീരാണ്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ സെറ്റ് ലോക്കിൽ ചെന്നിട്ട് വേണം കപ്പലിനെ താഴെ ഇറക്കാൻ. ഇപ്പോൾ നമ്മുടെ പനാമ കനാൽ ട്രാൻസിറ്റിൻ്റെ സമയത്ത് ബ്രിഡ്ജിൽ ക്യാപ്റ്റൻ, പൈലറ്റ്, ഡ്യൂട്ടി ഓഫീസർ, പിന്നെ ഒരു ഹെൽസ്മാൻ സ്റ്റിയറിംഗ് പിടിക്കാൻ, ഇത്രയും പേരുണ്ട്. ഇനി നമുക്ക് പനാമ കനാലിൻ്റെ കുറച്ച് ചരിത്രം പരിശോധിക്കാം. സൂയസ് കനാലിൻ്റെ വിജയശില്പികളായ ഫ്രഞ്ചുകാർ തന്നെയാണ് 1880 പനാമ കനാലിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ അവിടുത്തെ സാഹചര്യം അവർക്ക് പ്രതികൂലമായിരുന്നു. അവിടുത്തെ കാടുകളിൽ ഉണ്ടായിരുന്ന കൊതുകുകൾ പരത്തിയ മലേറിയയും അതുപോലെ യെല്ലോ ഫീവറൊക്കെ കാരണം ഏകദേശം 20,000-ൽ പരം ജോലിക്കാരാണ് മരണമടഞ്ഞത്. അങ്ങനെ 1893 ഫ്രഞ്ച് കമ്പനി ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചു. പിന്നീട് 1904 അമേരിക്കക്കാരാണ് ഈ നിർമ്മാണം പുനരാരംഭിച്ചത്. അങ്ങനെ 1914 ഔദ്യോഗികമായി പനാമ കനാൽ തുറക്കപ്പെട്ടു. കപ്പൽ കടന്നുപോയി. പനാമ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ പലവിധ രോഗങ്ങൾ കൊണ്ടും മണ്ണിടിച്ചിൽ കൊണ്ടും 27,000-ൽ പരം ജോലിക്കാരാണ് മരണമടഞ്ഞത്. ഈ പനാമ എന്ന രാജ്യത്തിൻ്റെ 80% ദേശീയ വരുമാനം കിട്ടുന്നത് ഈ പനാമ കനാലിൽ നിന്നാണ്. അപ്പം ഈ കനാൽ വഴി പാസ് ചെയ്ത്, അതായത് കടന്നു പോകേണ്ട കപ്പലുകൾക്ക് അവരുടെ സൈസ് അനുസരിച്ചും ആ സമയത്തുള്ള കാർഗോ, അതായത് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും ഒരു ചാർജ് കൊടുക്കണം, ഒരു ഫീസുണ്ട്. പല ടൈപ്പ് കപ്പലുകൾ ഈ പനാമ കനാൽ ക്രോസ് ചെയ്യാറുണ്ട്. എന്നാലും എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കണ്ടെയ്നർ ഷിപ്പിൻ്റെ ചാർജസ് ഒക്കെ ഒന്ന് പറയാം. പഴയ പനാമ ഷിപ്പ്, അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 294 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പിൻ്റെ കപ്പാസിറ്റി ഏകദേശം 5000 TEU ആണ്. അതായത് 5000 20 അടി കണ്ടെയ്നർ വഹിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിൽ.
അപ്പോൾ ഞങ്ങളുടെ കപ്പൽ ഫുൾ കപ്പാസിറ്റി കാർഗോ അതായത് ഗുഡ്സ് ലോഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏകദേശം $4.5 ലക്ഷം പനാമ കനാൽ അതോറിറ്റിക്ക് അതിൻ്റെ ചാർജായിട്ട് കൊടുക്കേണ്ടത്. അത് ഇന്ത്യൻ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 3 കോടി രൂപയോളം വരും. ഇപ്പോൾ മുൻപ് കണ്ട 366 മീറ്റർ നീളമുള്ള ഒരു വലിയൊരു കപ്പലുണ്ടല്ലോ, അതിൻ്റെ കപ്പാസിറ്റി ഏകദേശം 15,000 TEU ആണ്. അപ്പോൾ ആ ഒരു കപ്പൽ ഫുൾ കാർഗോ ഫുൾ ലോഡോടുകൂടി ഈ പനാമ കനാൽ ഒരു പ്രാവശ്യം കടന്നു പോകണമെങ്കിൽ $10 ലക്ഷം ചിലവ്, അതായത് ഏകദേശം 7 കോടി ഇന്ത്യൻ രൂപ. ഇപ്പം പനാമ കനാൽ വന്നതോടുകൂടി ഒത്തിരി സമയം ലാഭിക്കാനായി. അതായത് മുമ്പ് പറഞ്ഞ പോലെ തെക്കേ അമേരിക്കയൊക്കെ ചുറ്റി പോകണമെങ്കിൽ ഒത്തിരി സമയം എടുത്തേനെ. എന്നാൽ കനാൽ കാരണം നമുക്ക് ഒത്തിരി സമയം ലാഭമുണ്ട്. പക്ഷേ പനാമ കനാലിൽ കൂടി പാസ് ചെയ്യണമെങ്കിൽ, അതിലൂടെ കടന്നു പോകണമെങ്കിലുള്ള ചിലവ് അത്ര ചില്ലറയല്ല. 2016 വലിയ കപ്പലുകളെ കടത്തിവിടാനായിട്ട് തുടങ്ങിയ ലോക്ക് ഗേറ്റ്സിൽ നമ്മുടെ മുൻപ് കണ്ടതുപോലത്തെ ലോക്കോമോട്ടീവ്സ് ഒന്നുമില്ല. ഇപ്പോൾ കപ്പലിൻ്റെ എൻജിനോട് ഒപ്പം തന്നെ ടഗ് ബോട്ടുകളും കൂടെ ചേർന്നാണ് അവിടെ കപ്പലിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. ഈ കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത 1.025 ആണ്. എന്നാൽ ഈ ഗാട്ടുൻ ലേക്കിലെ വെള്ളത്തിൻ്റെ സാന്ദ്രത 0.99, അതായത് 1ൻ്റെ അടുത്താണ്. അത് ഫ്രഷ് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടലിൽ നിന്ന് വരുന്ന ഒരു കപ്പൽ കടൽ വെള്ളത്തിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് കയറുമ്പം കൂടുതൽ താഴുന്നുണ്ട്. ഞങ്ങളുടെ കപ്പലിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ ലിമിറ്റ് 12 മീറ്ററാണ്. പക്ഷേ നമ്മൾ കറക്റ്റ് 12 മീറ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടറിലേക്ക് കയറുമ്പം കപ്പൽ കൂടുതൽ താഴുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കപ്പൽ ലോക്ക് ഗേറ്റിൽ കയറുന്ന സമയത്ത് ഇതിൻ്റെ ഡ്രാഫ്റ്റ്, അതായത് താഴോട്ട് താന്നിരിക്കുന്ന ഭാഗം 12 മീറ്ററിൽ കൂടാൻ പാടില്ല. അപ്പം അതിനും കുറച്ച് ഡ്രാഫ്റ്റായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് ഓരോ കപ്പലനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. ഞങ്ങളുടെ ഈ കപ്പലിന് ഏകദേശം 30 സെൻറ്റിമീറ്ററോളം കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് കയറുമ്പം കൂടുതൽ താഴുന്നതാണ്. അപ്പോൾ ഒരു 11.7 മീറ്ററിലൊക്കെ കപ്പൽ വന്നു കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ കയറുമ്പോൾ 12 മീറ്ററായിട്ട് ഇരിക്കും. അപ്പോൾ പനാമ കനാലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് ചീഫ് ഓഫീസറിൻ്റെ ജോലിയാണ്. അതിനനുസരിച്ച് വെള്ളം ഡീബലാസ്റ്റ്, അതായത് പമ്പ് ഔട്ട് ചെയ്യുകയോ കാർഗോ അതായത് ഗുഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇപ്പം മൂന്നാമത്തേതും അവസാനത്തേതുമായ ലോക്ക് ഗേറ്റിലേക്കാണ് പോകുന്നത്. ടഗിൻ്റെയും എൻജിൻ്റെയും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെയും സഹായത്തോടെ കപ്പലിനെ ലോക്ക് ഗേറ്റിനുമായിട്ട് അലൈൻ ചെയ്ത് നിർത്തുന്നു. അതിനുശേഷം പിറകിലത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇനി അടുത്ത ജോലി നമ്മുടെ കപ്പലിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ പടിപടിയായിട്ട് ഈ ലോക്ക് ഗേറ്റിനുള്ളിലെ ജലം സമീപപ്രദേശത്തുള്ള ഡാമുകളിലേക്ക് പമ്പ് ഔട്ട് ചെയ്ത് കപ്പലിനെ താഴ്ത്തി അറ്റ്ലാന്റിക് സമുദ്ര ജലനിരപ്പുമായിട്ട് തുല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ പസഫിക് സമുദ്രത്തിൽ കിടന്ന നമ്മുടെ കപ്പൽ പനാമ കനാൽ വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്തി. അങ്ങനെ കനാൽ ക്രോസ് ചെയ്ത് വരുന്ന ഓരോ കപ്പലിൻ്റെയും ഡെസ്റ്റിനേഷൻ ഓരോന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് അധികം ദൂരം പോകേണ്ടി വന്നില്ല, കാരണം ഇവിടെ പനാമയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ അടുത്ത പോർട്ട്. നമ്മുടെ പനാമ എന്ന കനാലിൻ്റെ രണ്ട് വശത്തും, അതായത് പസഫിക് സൈഡിലും അറ്റ്ലാന്റിക് സൈഡിലും വ്യത്യസ്തങ്ങളായ പോർട്ടുകളുണ്ട്. പസഫിക് സൈഡിൽ ഉള്ള പോർട്ടാണ് ബൽബോവ, റോഡ്മാൻ എന്നിവ. അറ്റ്ലാന്റിക് സൈഡിലുള്ള പോർട്ടാണ് ക്രിസ്റ്റബോൾ. അപ്പം ഞങ്ങളുടെ കപ്പലിൻ്റെ ഡെസ്റ്റിനേഷൻ ക്രിസ്റ്റബോൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് ഉടനെ തന്നെ ഞങ്ങളുടെ പോർട്ടെത്തി. അങ്ങനെ പോർട്ടെത്തിയാൽ ഉടനെ അടുത്ത ജോലി ലോഡിംഗ് ഡിസ്ചാർജിങ് ആണ്. രാവിലെ മുതലേ കനാൽ ട്രാൻസിറ്റൊക്കെ ആയിട്ട് മടുത്തിരുന്ന നമുക്ക് ഒരു ബോണസായിട്ട് അടുത്ത 8ൻ്റെ പണിയും കൂടെ കിട്ടി. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.